പരിശുദ്ധനായ ദൈവമേ, പരമോന്നതനാം ദൈവമേ, സർവശക്തനേ, രാജരാജനേ, സൃഷ്ടാവും പാലകനും. പരിശുദ്ധനായ ദൈവമേ, പരമോന്നതനാം ദൈവമേ, സർവശക്തനേ, രാജരാജനേ, സൃഷ്ടാവും പാലകനും. തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയോടി ബലി അർപ്പിക്കാം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. സ്വർഗസ്ഥിതനാം താതാ, നിൻ നാമം പൂജിതമാകണമേ, നിൻ രാജ്യം വന്നിടണമേ, പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സ്തുതിതൻ നിസ്തുല മഹിമാവാൻ ഭൂസ്വ
ഉദ്ഘോഷിപ്പു സാമോദം. പരിശുദ്ധൻ നീ എന്നെന്നും, പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സ്വർഗത്തെന്നതുപോലുലകിൽ നിൻ ചിത്തം നിറവേറണമേ. ആവശ്യകമാകാരം ഞങ്ങൾക്കിന്നരുളിയിടണമേ. പരീക്ഷയിലൊരു നാളും ഉൾപ്പെടുവാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നെന്നും ഞങ്ങളെ രക്ഷിച്ചരുളണമേ. ും റൂഹായ്ക്കും സ്തുതി എന്നേക്കും. ആദിമുതൽക്കെന്നതുപോലെ ആമേൻ ആമേൻ അനവരതം. സ്വർഗസ്ഥിതനാം താതാനിൻ സ്തുതി തന്നെ സ്ഥൂലമഹിമാവാൻ. ഭൂസ്വർഗങ്ങൾ നിറഞ്ഞു സദാ പാവനമായി വിളങ്ങുന്നു. മഹത്വത്തിന്റെ രാജാവായ മിശിഹായെ, വിനീതനായി കഴുതക്കുട്ടിയുടെ പുറത്ത് ജെറുസലേം ദേവാലയത്തിലേക്ക് എഴുന്നള്ളിയ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. നീതിമാനും പ്രതാപവാനുമായ രാജാവേ, നിനക്കോശാന പാടിയ സിയോൻ മക്കളുടെ കീർത്തനങ്ങളോടുകൂടെ ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തുതിഗീതങ്ങളും സ്വീകരിക്കണമേ. ഓശാന പാടി നിന്നെ എതിരേറ്റ ജനങ്ങളെപ്പോലെ സ്തുതിഗീതങ്ങൾ ആലപിച്ചുകൊണ്ട് നിന്നെ എതിരേൽക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. നിന്റെ സഹനത്തിലും മരണത്തിലും ഉത്ഥാനത്തിലും പങ്കുചേർന്ന് ഈ പെസഹ രഹസ്യങ്ങൾ അനുഷ്ഠിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. വിനയാനിതനായി ദൈവസുതൻ ഓർസ്ലേം നഗരം പോകുകയായി ജനതയെല്ലാം
അങ്ങയുടെ സൃഷ്ടികളായ സർവ്വചരാചരങ്ങളും അങ്ങേക്ക് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ലോകത്തെയും എല്ലാ സൃഷ്ടവസ്തുക്കളെയും കാരുണ്യത്താലും നന്മയാലും പ്രശോഭിപ്പിക്കുന്ന സത്യപ്രകാശം അങ്ങ് മാത്രമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. കർത്താവായ ദൈവമേ, നിത്യം ജീവിക്കുന്നവനായ അങ്ങേക്കും പരിശുദ്ധനായ അങ്ങയുടെ അഭിഷിക്തനും ജീവദായകനായ ദിവ്യാത്മാവിനും ഞങ്ങൾ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. ഞങ്ങളുടെ നാഥനും രക്ഷകനും രാജാതിരാജനുമായ മിശിഹായെ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. ജെറുസലേം പട്ടണത്തിലേക്കുള്ള ആഘോഷപൂർവമായ നിന്റെ പ്രവേശനത്തിന്റെ ഓർമ്മ കൊണ്ടാടുവാൻ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഈ സമൂഹത്തെ തൃക്കൺ പാർക്കണമേ. സൈത്തിൻ കൊമ്പുകൾ പിടിച്ചുകൊണ്ട് നിന്നെ എതിരേറ്റ് അവരെ അനുഗ്രഹിച്ച മിശിഹായെ, നിന്റെ വലതുകരം നീട്ടി ഈ കുരുത്തോലകളെ ആശീർവദിക്കണമേ. ഞങ്ങളെയും ഈ കുരുത്തോല സ്ഥാപിക്കുന്ന ഭവനങ്ങളെയും സ്ഥലങ്ങളെയും നിന്റെ കൃപ കൊണ്ട് നിറയ്ക്കണമേ. ഹോശാന പാടി ഇന്ന് നിന്നെ എതിരേൽക്കുന്ന ഞങ്ങൾ മഹത്വപൂർണമായി നിന്റെ പ്രത്യാഗമനത്തിൽ നിന്നെ എതിരേൽക്കുവാനും സ്വർഗീയ ജെറുസലേമിൽ പ്രവേശിച്ച് ആനന്ദപൂർവ്വം നിന്നെ സ്തുതിക്കുവാനും അർഹരാകട്ടെ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. ശേഷം 6 ലൈനായിട്ട് മുന്നോട്ട് വരിക. അത് വിതരണം ചെയ്യും. മുന്നോട്ട് വന്ന് ലൈനായിട്ട് വന്ന് പാടുന്നു പുതുമലരും തളിരിലയും
പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വത്തിനായി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ ധൂപം അങ്ങയുടെ മഹനീയ തൃത്വത്തിൻ്റെ നാമത്തിൽ ആശീർവദിക്കപ്പെടട്ടെ. ഇത് അങ്ങയുടെ പ്രസാദത്തിനും അങ്ങയുടെ അജഗണത്തിൻ്റെ പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ എന്നേക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാറ്റിന്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥായ നയിക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥാവിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മറ്റിനു നിത്യമഹോന്നതമാം ഉദ്ധാരം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൽ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾക്ക് കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നുള്ള വായന. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. യൂദ, നിന്റെ സഹോദരന്മാർ നിന്നെ പുകഴ്ത്തും. നിന്റെ കൈ ശത്രുക്കളുടെ കഴുത്തിൽ പതിക്കും. നിന്റെ പിതാവിൻ്റെ പുത്രന്മാർ നിന്റെ മുൻപിൽ കുൻപിടും. യൂദ ഒരു സിംഹക്കുട്ടിയാണ്. എൻ്റെ മകനെ, നീ ഇരയിൽ നിന്ന് മടങ്ങിയിരിക്കുന്നു. അവനൊരു സിംഹത്തെപ്പോലെയും സിംഹിയെപ്പോലെയും പതുങ്ങിക്കിടന്ന് വിശ്രമിക്കുന്നു. അവനെ ഉണർത്താൻ ആർക്ക് ധൈര്യമുണ്ടാകും? ചെങ്കോൽ യൂദായെ വിട്ടുപോകുകയില്ല. അതിൻ്റെ അവകാശി വന്നു ചേരും വരെ അധികാരദണ്ഡ് അവൻ്റെ സന്തതികളിൽ നിന്ന് നീങ്ങിപ്പോകുകയില്ല. ജനതകൾ അവനെ അനുസരിക്കും. അവൻ തൻ്റെ കഴുതയെ മുന്തിരിവള്ളിയിലും കഴുതക്കുട്ടിയെ വിശിഷ്ടമായ മുന്തിരിച്ചെടിയിലും കെട്ടിയിടും. തൻ്റെ ഉടുപ്പ് വീഞ്ഞിലും മേലങ്കി മുന്തിരിച്ചാറിലും കഴുകും. അവൻ്റെ കണ്ണുകൾ വീഞ്ഞിനേക്കാൾ ചെമന്നും പല്ലുകൾ പാലിനേക്കാൾ വെളുത്തുമിരിക്കും. നീരുറവയ്ക്കരികെ നിൽക്കുന്ന ഫലസമൃദ്ധമായ വൃക്ഷമാണ് ജോസഫ്. അതിൻ്റെ ശാഖകൾ മതിലിനു മീതെ പടർന്നു നിൽക്കുന്നു.
വില്ലാളികൾ അവനെ കഠിനമായി വേദനിപ്പിച്ചു. അവർ അവന് നേരെ അമ്പെയ്യുകയും അവനെ ഞെരുക്കുകയും ചെയ്തു. എന്നാൽ അവൻ്റെ വില്ല് ഉറച്ചു നിന്നു. യാക്കോബിൻ്റെ ശക്തനായ ദൈവം, ഇസ്രായേലിൻ്റെ പാറയായ ഇടയൻ തൻ്റെ കൈകൾ കൊണ്ട് അവൻ്റെ കൈകളെ ശക്തിപ്പെടുത്തി. നിന്റെ പിതാവായ ദൈവം നിനക്ക് തുണയായിരിക്കും. സർവശക്തനായ ദൈവം നിന്നെ അനുഗ്രഹിക്കും. മുകളിലുള്ള ആകാശത്തിൻ്റെയും കീഴിലുള്ള ആഴത്തിൻ്റെയും ഉദരത്തിൻ്റെയും മാറിടത്തിൻ്റെയും അനുഗ്രഹങ്ങൾ നിനക്കുണ്ടാകട്ടെ. നിന്റെ പിതാവിൻ്റെ അനുഗ്രഹങ്ങൾ നിത്യപർവ്വതങ്ങളുടെ ഔദാര്യത്തെക്കാളും ശാശ്വതഗിരികളുടെ അനുഗ്രഹങ്ങളെക്കാളും ശക്തമാണ്. അവ ജോസഫിൻ്റെ ശിരസിൽ തൻ്റെ സഹോദരിൽ നിന്ന് വേർപെട്ടിരുന്നവൻ്റെ മൂർധാവിൽ വർഷിക്കപ്പെടട്ടെ. എന്റെ സഹോദരരെ, സക്കറിയയുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. സിയോൻ പുത്രി, അതിയായി ആനന്ദിക്കുക. ജെറുസലേം പുത്രി, ആർപ്പ് വിളിക്കുക. ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കിലേക്ക് വരുന്നു. അവൻ പ്രതാപവാനും ജയശാലിയുമാണ്. അവൻ വിനയാന്വതനായി കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി വരുന്നു. ഞാൻ ഇഫ്രായിമിൽ നിന്ന് രഥത്തെയും ജെറുസലേമിൽ നിന്ന് പടക്കുതിരയും വിച്ഛേദിക്കും. പടവില്ല് ഞാൻ ഒടിക്കും. അവൻ ജനതകൾക്ക് സമാധാനമരുളും. അവന്റെ ആധിപത്യം സമുദ്രം മുതൽ സമുദ്രം വരെയും നദി മുതൽ ഭൂമിയുടെ അറ്റം വരെയും ആയിരിക്കും. നീയുമായുള്ള എൻ്റെ ഉടമ്പടിയുടെ രക്തം നിമിത്തം പ്രവാസികളെ ഞാൻ ജലരഹിതമായ കുഴിയിൽ നിന്ന് സ്വതന്ത്രരാക്കും. പ്രത്യാശയുടെ തടവുകാരെ, നിങ്ങളുടെ രക്ഷാദുർഗത്തിലേക്ക് മടങ്ങിപ്പോകുവിൻ. നിങ്ങൾക്ക് ഇരട്ടി മടക്കി തരുമെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. ദൈവമായ കർത്താവിന് സ്തുതി. സർവചരാചരവും ദൈവമഹത്വത്തെ വാഴ്ത്തി പാടുന്നു. കരുനിരയെല്ലാം ദൈവത്തിൻ സ്തുതിഗീതങ്ങളുയർത്തട്ടെ. ഓശാനകളാൽ ഈ സുദിനം ഹല്ലേലൂയ പാടുക നാം. വാഴ്ത്തിടാം നിത്യം തിരുനാമം. തന്മഹിമാവല്ലോ വാനിരുമൂഴിയിലും തിങ്ങി വിളങ്ങുന്നു. കരുനിരയെല്ലാം ദൈവത്തിൻ സ്തുതിഗീതങ്ങളുയർത്തട്ടെ. ഓശാനകളാൽ ഈ സുദിനം ഹല്ലേലൂയ പാടുക നാം. വാഴ്ത്തിടാം നിത്യം തിരുനാമം. ജനതകളവിടുത്തെ മഹിമകൾ പാടുന്നു. താണുവണങ്ങുന്നു. കരുനിരയെല്ലാം ദൈവത്തിൻ സ്തുതിഗീതങ്ങളുയർത്തട്ടെ. ഓശാനകളാൽ ഈ സുദിനം ഹല്ലേലൂയ പാടുക നാം. വാഴ്ത്തിടാം നിത്യം തിരുനാമം. നിത്യപിതാവിനും സുതനും റൂഹായ്ക്കും സ്തുതിയുണ്ടാകട്ടെ. കരുനിരയെല്ലാം ദൈവത്തിൻ സ്തുതിഗീതങ്ങളുയർത്തട്ടെ. ഓശാനകളാൽ ഈ സുദിനം ഹല്ലേലൂയ പാടുക നാം. വാഴ്ത്തിടാം നിത്യം തിരുനാമം.
ദൈവത്തിൻ സ്തുതിഗീതങ്ങളുയർത്തട്ടെ. ഓശാനകളാലീ സുദിനം ഹല്ലേലൂയ പാടുക നാം. വാഴ്ത്തിടാം നിത്യം തിരുനാമം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. A reading from the letter of St. Paul to the Romans. May Christ bless you. Now I am speaking to you Gentiles, inasmuch then as I am the apostle to the Gentiles. I glory in my ministry in order to make my race jealous and thus save some of them. For if their rejection is the reconciliation of the world, what will their acceptance be but life from the dead? If the first fruits are holy, so is the whole batch of dough. And if the root is holy, so are the branches. But if some of the branches were broken off, and you, a wild olive shoot, were grafted in their place, and have come to share in the rich root of the olive tree, do not boast against the branches. If you do boast, consider that you do not support the root supports you. Indeed, you will say, branches were broken off so that I might be grafted in. That is so. They were broken off because of unbelief, but you are there because of faith. So do not become haughty, but stand in awe. For if God did not spare the natural branches, perhaps he will not spare you either. See then the kindness and severity of God. Severity towards those who fell, but God's kindness to you, provided you remain in his kindness. Otherwise, you too will be cut off. And they also, if they do not remain in unbelief, will be grafted in, for God is able to graft them in again. For you were cut from what is by nature a wild olive tree, and grafted, contrary to nature, into a cultivated one. How much more will they who belong to it by nature be grafted back into their own olive tree? The word of the Lord. Thanks be to God. Hallelujah, പാടാമൊന്നായി. Hallelujah, Hallelujah. എത്ര മനോജ്ഞം നിൻ തിരുനാമം കർത്താവേ, ഭൂമിയിലെങ്ങും.
സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അവർ ജെറുസലേമിനെ സമീപിക്കവേ ഒലൂമരക്കരികെയുള്ള ബെത്സ്ബഗയിലെത്തി. അപ്പോൾ യേശു തന്റെ 2 ശിഷ്യന്മാരെ ഇപ്രകാരം നിർദ്ദേശിച്ച് അയച്ചു: എതിരെ കാണുന്ന ഗ്രാമത്തിലേക്ക് പോകുവിൻ. അവിടെ ഒരു കഴുതയെയും അടുത്ത് അതിൻ്റെ കുട്ടിയെയും കെട്ടിയിരിക്കുന്നത് ഉടനെ നിങ്ങൾ കാണും. അവയെ അഴിച്ച് എൻ്റെ അടുക്കൽ കൊണ്ടുവരിക. ആരെങ്കിലും നിങ്ങളോട് എന്തെങ്കിലും ചോദിച്ചാൽ കർത്താവിന് അവയെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറയുക. അവൻ ഉടനെ തന്നെ അവയെ വിട്ടുതരും. പ്രവാചകൻ വഴി പറയപ്പെട്ട വചനം പൂർത്തിയാകുവാനാണ് ഇത് സംഭവിച്ചത്. സിയോൻ പുത്രിയോട് പറയുക, ഇതാ നിന്റെ രാജാവ് വിനയാന്വിതനായി കഴുതയുടെയും കഴുതക്കുട്ടിയുടെയും പുറത്ത് നിന്റെ അടുത്തേക്ക് വരുന്നു. ശിഷ്യന്മാർ പോയി യേശു കൽപ്പിച്ചതുപോലെ ചെയ്തു. അവർ കഴുതയെയും കഴുതക്കുട്ടിയെയും കൊണ്ടുവന്ന് അവയുടെ മേൽ വസ്ത്രങ്ങൾ വിരിച്ചു. അവൻ കയറിയിരുന്നു. ജനക്കൂട്ടത്തിൽ വളരെ പേർ വഴിയിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ വിരിച്ചു. മറ്റു ചിലരാകട്ടെ വൃക്ഷങ്ങളിൽ നിന്ന് ചില്ലകൾ മുറിച്ച് വഴിയിൽ നിരത്തി. യേശുവിന് മുമ്പിലും പിൻപിലും നടന്ന ജനങ്ങൾ ആർത്തു വിളിച്ചു, ദാവീദിന്റെ പുത്രന് ഹോസാന! കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ, ഉന്നതങ്ങളിൽ ഹോസാന! അവൻ ജെറുസലേമിൽ പ്രവേശിച്ചപ്പോൾ നഗരം മുഴുവൻ ഇളകിവശായി. ആരാണിവനെന്ന് ചോദിച്ചു. ജനക്കൂട്ടം പറഞ്ഞു, ഇവൻ ഗലീലയിലെ നാസറത്തിൽ നിന്നുള്ള പ്രവാചകനായ യേശുവാണ്. യേശു ദേവാലയത്തിൽ പ്രവേശിച്ച് അവിടെ ക്രയവിക്രയം ചെയ്തുകൊണ്ടിരുന്നവരെയെല്ലാം പുറത്താക്കി. നാണയമാറ്റക്കാരുടെ മേശകളും പ്രാവ് വിൽപ്പനക്കാരുടെ ഇരിപ്പിടങ്ങളും അവൻ തട്ടിമറിച്ചിട്ടു. അവൻ അവരോട് പറഞ്ഞു, എൻ്റെ ഭവനം പ്രാർത്ഥനാലയമെന്ന് വിളിക്കപ്പെടുമെന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. നിങ്ങളോ അത് കച്ചവടക്കാരുടെ ഗുഹയാക്കിയിരിക്കുന്നു. അന്ധന്മാരും മുടന്തരും ദേവാലയത്തിൽ അവൻ്റെ അടുത്തെത്തി. അവൻ അവരെ സുഖപ്പെടുത്തി. അവൻ ചെയ്ത വിസ്മയകരമായ പ്രവൃത്തികളെയും ദാവീദിന്റെ പുത്രന് ഹോസാന എന്ന് ഉദ്ഘോഷിച്ച് ദേവാലയത്തിൽ ആർപ്പ് വിളിക്കുന്ന കുട്ടികളെയും കണ്ടപ്പോൾ പ്രധാന പുരോഹിതന്മാരും നിയമജ്ഞരും രോഷാകുലരായി. അവർ അവനോട് പറഞ്ഞു, ഇവരെന്താണ് പറയുന്നതെന്ന് നീ കേൾക്കുന്നില്ലേ? യേശു പ്രതിവചിച്ചു, ഉവ്വ്, ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെയും അധരങ്ങളിൽ നീ സ്തുതി ഒരുക്കുകയെന്ന് നിങ്ങൾ ഒരിക്കലും വായിച്ചിട്ടില്ലേ? അനന്തരം അവൻ അവരെ വിട്ട് നഗരത്തിൽ നിന്ന് ബേഥനിയായിലേക്ക് പോയി അവിടെ താമസിച്ചു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന സഹോദരി സഹോദരന്മാരെ, ഓശാന ഞായറിൻ്റെ തിരുനാൾ മംഗളങ്ങൾ സ്നേഹപൂർവം ആദ്യമേ തന്നെ ഞാൻ എല്ലാവർക്കും നേരുന്നു. ഇന്ന് നാം ആഘോഷിക്കുന്ന അല്ലെങ്കിൽ ആചരിക്കുന്ന കർമ്മങ്ങളുടെ ദൈവശാസ്ത്രപരമായ ഒരു വശവും സാമൂഹികമായ ഒരു വശവും നമുക്കൊരു അല്പസമയം എടുത്തൊന്ന് പരിശോധിക്കാം. 2 സാമുവേൽ 7-ാം അധ്യായം 12 വരെ 7 മുതൽ 12 വരെയുള്ള അധ്യായങ്ങളിൽ ദാവീദിനോടുള്ള വാഗ്ദാനമാണ്. ആ വാഗ്ദാനത്തിൽ വരുന്നവൻ ഏത് രീതിയിലാണ് വരുന്നത് എന്ന് ഇന്ന് നാം വായിച്ചു കേട്ട സക്കറിയായുടെ പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. സക്കറിയായുടെ പുസ്തകത്തിൽ 9-ാം അധ്യായം 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ അവൻ വിനയാന്വിതനായി കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി വരുന്നു. കാരണം ഇസ്രായേൽ സമൂഹം പല കാലഘട്ടങ്ങളിലും തെറ്റിദ്ധരിച്ചിരുന്നത് അവരുടെ പല പടനായകന്മാരെ പോലെ കുതിരയുടെ പുറത്ത് വാളും പരിചയും അനുയായികളുമായി കീഴടക്കി വരുന്ന ഒരു രാജാവിനെ ആയിരുന്നു. എന്നാൽ ചരിത്രത്തിൽ പറഞ്ഞു വെച്ചിരിക്കുന്ന ഇസ്രായേൽ സമൂഹത്തിന് വാഗ്ദാനം ചെയ്യപ്പെട്ട് കിട്ടിയിരിക്കുന്ന രക്ഷകൻ കഴുതയുടെയും കഴുതക്കുട്ടിയുടെയും ഏറ്റവും വിനീതമായ അല്ലെങ്കിൽ മൃഗങ്ങളിൽ വളരെ വിനയം കാണിക്കപ്പെടുന്ന ഒരു മൃഗമാണ് കഴുത. അതിന് വലിയ കൊമ്പില്ല, വളരെ വേറെ ആരെ ഉപദ്രവിക്കാൻ പോകത്തില്ല. ആ കഴുതയുടെ പുറത്ത് ജെറുസലേം പ്രവേശനം നടത്തിയ രക്ഷകനാണ് സത്യത്തില് സുവിശേഷത്തിന്റെ ക്ലൈമാക്സ് ഇന്ന് തുടങ്ങുകയാണ്. ഈ പ്രവേശനം, ജെറുസലേം പ്രവേശനമാണ്
സുവിശേഷത്തിന്റെ ക്ലൈമാക്സ്. എന്താണ് ജനക്കൂട്ടം വിളിച്ചു പറഞ്ഞത് എന്നുള്ളത് ഒസിയാന എന്ന ഹീബ്രു വാക്ക് അല്ലെങ്കിൽ ഹൊസാന എന്ന സുറിയാനി വാക്കിന്റെ അർത്ഥം ലോർഡ് സേവ് അസ് നൗ, കർത്താവെ ഇപ്പോൾ ഞങ്ങളെ രക്ഷിക്കണമേ എന്നാണ്. ആ അന്ധനും വഴിയരികിലിരുന്ന് ദാവീദിന്റെ പുത്ര എന്നിൽ കനിയണമേ എന്ന് പറയുന്നതിന്റെ അർത്ഥവും വേറൊന്നല്ല. പക്ഷേ ഈ ജനക്കൂട്ടം ഇത് വിളിച്ചു പറയുന്നത് പഴയ നിയമത്തിൽ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി എന്നുള്ളത് കൊണ്ട് മാത്രമല്ല. അത് മനസ്സിലാക്കിയത് വളരെ കുറേ ആൾക്കാരെ അതിലുള്ളൂ. അവരിത് വിളിച്ചു പറയാനുള്ള പ്രധാന കാരണം ഇതിന് തൊട്ടു മുമ്പായിട്ടാണ് ലാസറിനെ ഉയർപ്പിച്ചത് കണ്ട ജനസമൂഹം, അതേപോലെ വേറെ പല അത്ഭുതങ്ങൾക്കും സാക്ഷിയായിട്ട് നിന്ന ജനസമൂഹം ജെറുസലേമിലേക്ക് നസ്രത്തിൽ നിന്നുള്ള പ്രവാചകൻ വരുന്നു, ഇവൻ വന്ന് ഇവിടെയുള്ള ആ രാജാവിനെ അല്ലെങ്കിൽ ആ സിസ്റ്റത്തെ മൊത്തത്തിൽ തകിടം മറിച്ച് പുതിയ ഒന്ന് കെട്ടിപ്പടുക്കും എന്ന വിശ്വാസത്തിലാണ് ഈ ജനക്കൂട്ടം ഇന്ന് ആർപ്പ് വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് വളരെ വ്യക്തമായിട്ട് സുവിശേഷങ്ങളിൽ ജനക്കൂട്ടം എന്ന വാക്ക് തന്നെ ഉപയോഗിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ വിശ്വാസികളുടെ സമൂഹം, അല്ലെങ്കിൽ അവന്റെ ശിഷ്യന്മാരെ, അവനോടൊപ്പം ഉണ്ടായിരുന്നവരെ എന്നൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് ജനക്കൂട്ടം എന്ന് തന്നെയാണ് 3:1-4 സുവിശേഷത്തിലും പ്രത്യേകമാം വിധം ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ഇന്ന് സുവിശേഷങ്ങളുടെ ക്ലൈമാക്സിലേക്ക് വരുന്ന ഈ സംഭവത്തോടു കൂടി നാം നമ്മുടെ വിശുദ്ധ കുർബാനയിൽ 1 മണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂർ കൊണ്ട് ആഘോഷിക്കുന്ന ആ ചടങ്ങുകൾ തന്നെയാണ് ഈ ഒരാഴ്ച നമ്മൾ വളരെ വിശദമായിട്ട് ആഘോഷിക്കുന്നത് എന്ന യാഥാർത്ഥ്യം നാം മറന്നു പോകരുത്. ഈ ഹോളി വീക്ക് നമ്മുടെ പരിശുദ്ധ കുർബാനയുടെ ആരാധനാക്രമത്തില് ഏറ്റവും ആഘോഷപൂർവമായ ഒരു ചടങ്ങായി നമ്മൾ കൊണ്ടാടുകയാണ്. അപ്പൊ ഇതിന്റെ പ്രാധാന്യം ഇന്ന് നാം കയ്യിൽ പിടിച്ചിരിക്കുന്ന ഈ കുരുത്തോല, നാം ആഘോഷിക്കുന്ന പെസഹ അപ്പത്തിന് മുകളിൽ വെക്കപ്പെടുന്ന കുരിശിന്റെ ആകൃതിയിൽ വെക്കാൻ പോകുന്ന ഓലയായി മാറ്റപ്പെടുന്നതോടൊപ്പം ബാക്കിയുള്ള അടുത്ത ഒരു ആരാധനാവട്ടം വരെ എന്റെ ആരാധനാ മുറിയുടെയും അല്ലെങ്കിൽ ഞാൻ ഏത് മുറിയിലായിരിക്കുന്നുവോ അവിടെ ഞാനിത് പ്രതിഷ്ഠിക്കുന്നതിലൂടെയും ഈ ആരാധനയില് അടുത്ത ഒരു വ്യാഴവട്ടത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ആരാധനാക്രമത്തിലേക്ക് ഞാൻ പങ്കുചേരുന്നു എന്നതിന്റെ പ്രകടമായ ഒരു ഉദാഹരണം കൂടിയാണ്. അതുകൊണ്ട് ഇന്ന് കിട്ടിയിരിക്കുന്ന ഈ ഓല പലരും പല വീട്ടിൽ വെക്കാറുണ്ട്, ചിലർ ഒരെണ്ണം വണ്ടിക്കകത്ത് വെക്കാറുണ്ട്, ചിലർ ഓഫീസിൽ വെക്കാറുണ്ട്. അതിനെല്ലാം അതിൻ്റെതായ വിശ്വാസത്തിന്റെ അർത്ഥം നാം കൊടുക്കുന്നുണ്ട്. ഈ വെഞ്ചരിച്ച ഓല കുർബാനയിൽ ഓശാന ഗീതം നമ്മൾ പാടുന്നുണ്ട്. അതേ ഓശാന ഗീതം തന്നെ എല്ലാ ദിവസവും ഇന്നു മുതൽ നമ്മുടെ കുടുംബങ്ങളിലും ആലപിക്കപ്പെടണം എന്നുള്ളതിന്റെ പ്രതീകം കൂടിയാണ്. ഇത്രയും ഇതിന്റെ ദൈവശാസ്ത്രപരമായ വശം. ഇനി ഇതിന് സാമൂഹികമായ ഒരു വശം കൂടിയുണ്ട്. നമുക്കറിയാം, നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഓശാന കുരുത്തോലകൾ പിടിച്ച് വഴിയെ വളരെ പ്രദക്ഷിണമായിട്ട് പോകുന്നത് ബാക്കിയുള്ള ആൾക്കാർക്കും നാം എന്തോ കാര്യമായിട്ട് ആഘോഷിക്കാൻ തുടങ്ങുന്നു, അതിൻ്റെ പ്രകടനമാണ് എന്ന് തിരിച്ചറിയാനുള്ളൊരു അവസരം കൂടിയാണ്. എൻ്റെ കത്തോലിക്ക വിശ്വാസം എൻ്റെ കുടുംബത്തിലും എൻ്റെ സമൂഹത്തിലും ഞാൻ ആയിരിക്കുന്ന രാജ്യത്ത് അല്ലെങ്കിൽ ഞാൻ ആയിരിക്കുന്ന പ്രദേശത്ത് വളരെ വ്യക്തമായി അറിയിക്കപ്പെടേണ്ട ഒരു കാലഘട്ടം കൂടിയാണ്. പലപ്പോഴും നാമും ജനക്കൂട്ടമായി മാറിപ്പോകാറുണ്ടോ എന്ന് വിലയിരുത്തേണ്ട ഒരു സമയം കൂടിയാണിത്. ഇതൊരു ജനക്കൂട്ടമായി മാറിപ്പോകാനുള്ള സാധ്യതകൾ വളരെ അകലെ അല്ല. കാരണം കുറെ ആൾക്കാർ പോകുന്നു, ഞാനും പോയില്ലെങ്കിൽ, ഇന്നത്തെ ചടങ്ങ് ഞാനും പങ്കെടുത്തില്ലെങ്കിൽ അയലോക്കംകാരെന്നാ പറയും? പോയേക്കാം. ഇനി അടുത്ത ചടങ്ങുകൾ വരും, അതിനും പോയേക്കാം. അങ്ങനെ ജനക്കൂട്ടത്തിൽ ഒരുവനായി മാറാതെ വിശ്വാസത്തിന്റെ അല്ലെങ്കിൽ ഒരു വിശ്വാസിയായി മാറാനുള്ള മുൻകൈയാണ് നാം ഇന്ന് എടുക്കേണ്ടത്. ജനക്കൂട്ടത്തില് ആള് കൂടുന്നതനുസരിച്ച് ആ ജനക്കൂട്ടത്തിന്റെ സ്വഭാവം എന്ന് പറയുന്നത് പല രീതിയിൽ മാറും. നമുക്കറിയാം, പലപ്പോഴും പിള്ളേർ പലപ്പോഴും കൂട്ടം കൂടി കഴിയുമ്പോഴാണ് പല വികൃതികളും ചെയ്യുന്നത്. ഒറ്റയായിട്ട് നിൽക്കുമ്പോൾ അവൻ വളരെ നല്ലവനാണ്. ജനക്കൂട്ടത്തിൽ കൂടി കഴിയുമ്പോഴും പലതും, അത് വിശ്വാസത്തിൻ്റെതാകാം, വിശ്വാസ ഭ്രംശനങ്ങളുടേതാകാം, പലതും സംഭവിക്കാം. അങ്ങനെ സഭയുടെ ചരിത്രത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ലേഖനങ്ങളിൽ പ്രതിപാദിക്കപ്പെടുന്ന പല പ്രദേശങ്ങളിലെയും സഭകൾ ഇന്ന് നിലനിൽക്കുന്നില്ല. പൗലോസ്ലീഹ അതുകൊണ്ട് തന്നെയാണ് റോമാക്കാർക്ക് വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നത്, നിങ്ങൾ വിജാതീയരെ അഹങ്കരിക്കേണ്ട കാര്യമൊന്നുമില്ല, വെട്ടിമാറ്റപ്പെട്ട ഒലിവിലേക്ക് ഒട്ടിച്ചേർക്കപ്പെട്ടിരിക്കുന്ന ശാഖയാ നിങ്ങൾ.
ഇന്ത്യയിലെ തോമസ് ലീഹ വന്ന് വിശ്വാസം അറിയിച്ചത് വഴി ആ വിശ്വാസം അറിഞ്ഞ് ദൈവത്തിലേക്ക് വന്നിരിക്കുന്നവരാ നമ്മൾ. ആ റോമാക്കാരോട് പറഞ്ഞിരിക്കുന്ന അതേ വാക്യങ്ങൾ തന്നെ നമുക്കും ബാധകമാ. ഒരിക്കൽ ഒട്ടിച്ചേർക്കപ്പെട്ടിരിക്കുന്ന നീ അഹങ്കരിക്കേണ്ട കാര്യമില്ല, വേര് നിൽക്കുന്നത് ഒട്ടിച്ചേർക്കപ്പെട്ട ഞാൻ കാരണമാണ് എന്ന്. അതുകൊണ്ട് ഒട്ടിച്ചേർക്കപ്പെട്ട ശാഖയിലെ വീണ്ടും പൊട്ടിക്കിളിർക്കപ്പെട്ട ശാഖയിൽ പെട്ടവരായ നമ്മൾക്ക് ഒരിക്കലും വിശ്വാസം മുറുകെ പിടിക്കാൻ സാധിക്കാതെ ഇനി ഞങ്ങൾ സഭയിലുള്ളത് കൊണ്ടായി സഭ നിന്നു പോകുന്നത് എന്ന് ഞാനോ നിങ്ങളോ തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മൂഢലോകത്ത് തന്നെയാണ് ജീവിക്കുന്നത്. കാരണം എഴുതപ്പെട്ട ലേഖനങ്ങളിലെ പല പ്രദേശങ്ങളിലും ഇന്ന് കത്തോലിക്ക വിശ്വാസം ഒട്ടുമേ ഇല്ല. ചരിത്രം പരിശോധിച്ചാൽ നമ്മൾക്കറിയാം, അവിടെയെല്ലാം മാറ്റപ്പെട്ടു. കൊറിന്ത്യർക്കും പല ലേഖനങ്ങളിലും നോക്കിയാൽ ആ പ്രദേശങ്ങൾ ഒന്നും തന്നെ ഇന്നില്ല. അപ്പോൾ വിശ്വാസ സമൂഹം ഒരിടത്ത് പുഷ്ടിപ്പെടുകയും വേറൊരിടത്ത് തളർത്തപ്പെടുകയും ചെയ്യുന്നത് ആ വിശ്വാസികൾ ഏത് രീതിയിലാണ് തായ്തണ്ടിനോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്നത് എന്നതിനെ ആശ്രയിച്ചായിരിക്കുന്നത്. അതുകൊണ്ട് ഈ വരുന്ന ഒരാഴ്ച നമ്മുടെ ജീവിതത്തിലെ മാറ്റങ്ങളുടെ തുടക്കം ഇന്ന് കുറിക്കുവാൻ വേണ്ടി ഇന്ന് നാം കയ്യിലേന്തിയിരിക്കുന്ന ഈ കുരുത്തോലകൾ ജീവിതത്തിലെ വിശ്വാസത്തിൻ്റെ പ്രതീകമായിട്ട് സഭയ്ക്കും സമൂഹത്തിനും നമ്മുടെ ജീവിതത്തിലെ മാറ്റത്തിന് പ്രതീകമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് എഴുന്നേറ്റ് നിന്ന് വിശുദ്ധ കുർബാന തുടരാം. നമുക്കെല്ലാവർക്കും ഭക്തിയോടും സന്തോഷത്തോടും കൂടെ ഇന്ന് വിനീതനായി ഓർശ്ലേമിൽ പ്രവേശിച്ച മെസ്സിയായെ ധ്യാനിച്ചുകൊണ്ട് ഓശാന പാടി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു എന്ന് ഏറ്റു പറയാം. സകല ജനപദങ്ങളും മെസ്സിയായ രക്ഷകനും നാഥനുമായി അംഗീകരിക്കുവാനും ഏറ്റുപറയുവാനും ഇടയാക്കിയ കർത്താവേ, ഭൂമിയിൽ മെസ്സിയായ്ക്ക് സ്തുതിഗീതങ്ങൾ ആലപിക്കുന്ന ഞങ്ങളെ സ്വർഗത്തിൽ അവിടുത്തെ മഹത്വപ്പെടുത്തുവാൻ അനുഗ്രഹിക്കുന്ന കർത്താവേ, മിശിഹായെ പോലെ വിനയത്തോടും എളിമയോടും കൂടി ജീവിക്കുവാൻ ഞങ്ങളെ പഠിപ്പിച്ച കർത്താവേ, പ്രായപൈതങ്ങളുടെ സ്തുതിഗീതങ്ങൾ സ്വീകരിച്ച് അവരനുഗ്രഹിച്ച കർത്താവേ, ഞങ്ങൾ പിതാക്കന്മാരോട് ചെയ്ത വാഗ്ദാനങ്ങൾ നിറവേറ്റിയ കർത്താവേ, സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ മാർ പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് മെത്രാപൊലീത്തായെയും ഞങ്ങളുടെ മേലധ്യക്ഷനും പിതാവുമായ മാർ ജേക്കബ് മെത്രാനെയും അവരുടെ ശുശ്രൂഷകളെയും അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന കർത്താവേ, സ്വർഗത്തിൽ സ്തുതിക്കപ്പെടുന്നവനും ഭൂമിയിൽ ആരാധിക്കപ്പെടുന്നവനുമായ കർത്താവേ, നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. സ്വർഗത്തിന്റെയും ഭൂമിയുടെയും കർത്താവും രാജാവുമായ മിശിഹായി, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രന്റെ മരണത്തിലും ഉത്ഥാനത്തിലും പങ്കുചേരുവാനും മാനസാന്തരത്തിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഭൂമിയിൽ അങ്ങേക്ക് ഓശാന ഗീതികൾ ആലപിക്കുന്ന ഞങ്ങളെ അങ്ങയുടെ മഹത്വത്തിൽ പ്രവേശിപ്പിക്കണമേ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. കർത്താവെ ആശീർവദിക്കണമേ. സഹോദരരെ, നിങ്ങൾ കൈവപ്പിനായി തലോനിക്കുകയും ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യുവേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സാർവത്രികവും ശ്ലൈഹികവുമായ സഭയുടെ മേൽ അങ്ങയുടെ കരുണ നിറഞ്ഞ വലം കൈ നീട്ടണമേ. ദൃശ്യവും അദൃശ്യവുമായ സകല വിപത്തുകളിലും അതിനെ സംരക്ഷിക്കണമേ. ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടെ അങ്ങയുടെ മുമ്പാകെ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെല്ലാവരെയും ദയാപൂർവം യോഗ്യരാക്കണമേ. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് അങ്ങേ ഞങ്ങളുമായി രമ്യതപ്പെടുത്തുന്ന നീതിയുടെ പ്രവൃത്തികളാൽ ജീവിതകാലം മുഴുവനും അങ്ങേ ദോചിതം പ്രീതിപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. മാമോദിസ സ്വീകരിക്കുകയും ജീവന്റെ അടയാളത്താൽ മുദ്രയാകുകയും ചെയ്തവർ ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ വിശുദ്ധ രഹസ്യങ്ങളിൽ പങ്കുകൊള്ളട്ടെ. നിൽക്കുന്ന യേശുനാഥ, എന്നെ വിളിക്കുന്ന യേശുനാഥ,
തിരുമുൻപിലെന്നെ സമർപ്പിക്കുന്നു. ആനന്ദവും ആത്മദുഃഖങ്ങളും കാഴ്ചവയ്ക്കുന്നു ഞാൻ ബലിയിൽ. കൈനീട്ടി നിൽക്കുന്ന യേശുനാഥ, എന്നെ വിളിക്കുന്ന യേശുനാഥ. അതുപോലാത്മജനും ദിവ്യറുഹായ്ക്കും സ്തുതിയെന്നു. ദൈവാംബികയാകും കന്യാമറിയത്തെ സാദരമൂർത്തിയിടാം പാവനമീ ബലിയിൽ. പോലെന്നേക്കും ആമേൻ ആമേൻ. സുതനുടെ പ്രേക്ഷിതരേ, ഏകജ സ്നേഹിതരേ, ശാന്തി ലഭിച്ചിടുവാൻ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ. സർവരുമൊന്നായി പാടിയിടട്ടെ ആമേൻ ആമേൻ. മാർത്തോമായേയും ഗണസാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിയിലോർത്തിടാം. നമ്മുടെ കൂടെ ബലവാനാം കർത്താവെന്നേക്കും. രാജാവാം ദൈവം നമ്മോടൊത്തെന്നും. യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്നും. വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. ഇവരെല്ലാരും മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു. ബുദ്ധിതരായിടുവാൻ തിരുസന്നിധിയിൽ ഹൃദയഗതങ്ങൾ ചൊരിയുവിനെന്നേക്കും. നോമ്പും പ്രാർത്ഥനയും പശ്ചാത്താപവുമായി ത്രിത്വത്തെ ബോധാൻ നിത്യം വാഴ്ത്തിടാം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിലെ സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കുമുള്ള ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുൻപ് പിതാവിൽ ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു.
അവിടുന്ന് സത്യദൈവത്തിനുള്ള സത്യദൈവവും പിതാവിനോട് കൂടെ സത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സിലുവയിൽ തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിനും പുത്രനും പുറപ്പെടുന്ന സത്യാത്മാവും ജീവിതാത്മാവുമായ ഏകപരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്നേഹവും സാർവത്രികവുമായ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിലേക്ക് മാമോദീസയും ശരീരത്തിലെ ഉയർപ്പും നിത്യാശ്രയങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ എന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രികന്മാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടുപോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അഭീഷ്ട നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമർത്ഥമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തൻ്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. കർത്താവേ, ശക്തനായ ദൈവം, ബലഹീനനായ നിരയാവർ സഹായി, അങ്ങയുടെ തൃത്വത്തിന്റെ ബഹുമാനത്തിന് സമൂഹത്തിന്റെ സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചുപേക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതർ തന്റെ മധ്യസ്ഥം വഴി സമാധാന സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാതൻ സഹവാസവുമീ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ, ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. പൂർവപിതാവാമബ്രാഹം ഇസ്ഹാക്ക് യാക്കോബിൻ നിവർത്തൻ
അഖില ചരാചര കർത്താവാം ദൈവത്തിനു ബലി അർപ്പിപ്പൂ. ന്യായവുമാണത് യുക്തവുമാ, ന്യായവുമാണത് യുക്തവുമാ, ന്യായവുമാണത് യുക്തവുമാ, ന്യായവുമാണത് യുക്തവുമാ. സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ തൃത്വത്തിൻ്റെ ആരാധ്യമായ നാമം എല്ലാ തരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മലാഖമാരുടെ 10,000 മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവ്യന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്നു ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. ഓശാന ജയഗീതം പാടിടാം, ഓശാന സുരഗീതം മീട്ടിടാം. രാജാതിരാജൻ ഈശോനാഥൻ, ലോകത്തിൻ രക്ഷകനാം നാഥൻ. രാജാതിരാജൻ ഈശോനാഥൻ, ലോകത്തിൻ രക്ഷകനാം നാഥൻ. ആർപ്പുകളോടെ ആഗതനാകും വിണ്ണിന്റെ നാഥനായി ഓശാന പാടാം. കർത്താവെന്നും അവനല്ലോ. ഓശാന ജയഗീതം പാടിടാം, ഓശാന സുരഗീതം മീട്ടിടാം. ഹോസാന 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 ഹോസാന. മാനവരും സ്വർഗനിവാസികളും ആമോദം പാടട്ടെ നിരതം ഓശാന. ഈ മണ്ണിൽ മാനവരും സ്വർഗനിവാസികളും ആമോദം പാടട്ടെ നിരതം ഓശാന. ജീവിളിയാൽ ഘോഷിക്കാം ബാലകരും തീർത്ഥകരും ദാവീദിൻ സൂനുവേ എന്നും. ജീവിളിയാൽ ഘോഷിക്കും ബാലകരും തീർത്ഥകരും ദാവീദിൻ സൂനുവേ എന്നും. ഓശാന ജയഗീതം പാടിടാം,
ഓശാന സുരഗീതം നീട്ടിടാം. കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞതയർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയോട് സദൃശനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്തയുടെ പ്രതിച്ഛായയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ശൂന്യനാക്കി ദാസൻ്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള മർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്നും ജാതനായി നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായി രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാനീ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായ ദാസർ നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അതപ്പതിച്ചു പോയി ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമർത്ഥമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമായിലെ മാർ പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭാതലവനും പിതാവുമായ മാർ ജോർജ് ശ്രേഷ്ഠ മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ രൂപതാധ്യക്ഷനും പിതാവുമായ മാർ ജേക്കബ് മെത്രാന് വേണ്ടിയും വിശുദ്ധ കത്തോലിക്കാ സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ലിഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രതിജനകമായ വിധം വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞുപോയ എല്ലാ മരിച്ചവർക്കു വേണ്ടിയും
അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ഈ ജനത്തിനു വേണ്ടിയും യോഗ്യരായ ഞങ്ങൾക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായി ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ കന്യകാമറിയത്തിൻ്റെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവന സ്മരണ അങ്ങയുടെ അവർണ്ണനീയവും സമർത്ഥവുമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായെ അങ്ങ് അയച്ചുവെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹാ വന്ന് ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, സ്ലീഹന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാരംഗതന്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവർക്കും വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യകമായ നൈർമല്യത്തിൻ്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, എളിയവരും ബലഹീനരും ക്ലേശിതരുമായി ദാസരും അങ്ങ് നൽകിയ മാതൃകാ പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നോമാജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാമകവുമായ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തൻ്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞതയർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, എപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ നയിക്കും കർത്താവായ ദൈവമേ, പാവമാലിംഗഴി അങ്ങയുടെ സ്നേഹത്തിന് പരിമളത്താൽ എന്നെ പൂരിതനാക്കണമേ. വഴിതെറ്റിപ്പോയ ഞങ്ങളെ അന്വേഷിച്ചിടയാ എനിക്കറിയാവുന്നതും അറിഞ്ഞുകൂടാത്തതുമായ എൻ്റെ കടങ്ങളും പാപങ്ങളും എന്നോട് ക്ഷമിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങയുടെ ബലിപീഠത്തിന് നിൽക്കുന്ന ഈ ശുശ്രൂഷകരെ സുഗന്ധപൂരിതമാക്കണമേ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ കാരുണ്യം പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ഈ ജനത്തെ സുഗന്ധപൂരിതമാക്കണമേ. കർത്താവായ ദൈവമേ, മിശിഹായുടെ തിരുക്കലിൻ്റെ സാദൃശ്യവും അടുത്ത സിംഹാസനവുമായ ഈ ബലിപീഠത്തെയും പാവമോചകമായ ശരീര രക്തങ്ങളെയും സുഗന്ധപൂരിതമാക്കണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നുവെങ്കിലും സുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായി അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല,
പ്രത്യുതാപാവമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. നമ്മുടെ ദൈവമിതാ നമ്മോടു കൂടെയിതാ ഈ അൾത്താരയിൽ ഈ തിരുവോസ്തിയിൽ നമ്മുടെ ഇടയിലിതാ നമ്മുടെ ദൈവമിതാ നമ്മോടു കൂടെയിതാ. ഒരു ദൈവം തന്റെ ജനത്തിന്റെ കൂടെ പാർക്കാനിറങ്ങി വന്നു. ഒരു ദൈവം തന്റെ ജനത്തിന്റെ കൂടെ പാർക്കാനിറങ്ങി വന്നു. തന്റെ ജനത്തോടു കാട്ടിയൊരു പ്രിയം ഇന്നും തുടിക്കുന്നീ കൂദാശയിൽ, ഇന്നും തുടിക്കുന്നീ കൂദാശയിൽ. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ രക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തുനിന്നുള്ള ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദര തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിൻ്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാവമോചനവും യാചിക്കുകയും ചെയ്യാം. അപരാധങ്ങൾ നീക്കണമേ, പാപകടങ്ങൾ മായ്ക്കണമേ. ശത്രുതയെല്ലാം നീക്കി നിതാന്തം ഹൃദയം അപരാധങ്ങൾ നീക്കണമേ, പാപകടങ്ങൾ മായ്ക്കണമേ. ഹൃദയമൊരുക്കാം നാഥനു നിത്യം നിറയാം ആത്മാവാ. അപരാധങ്ങൾ
അപരാധങ്ങൾ നീക്കണമേ, പാപകടങ്ങൾ മായ്ക്കണമേ. കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നതയുമായ അങ്ങേ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരോടും ഒന്നിച്ചു സ്തുതിക്കുവാൻ ഞങ്ങളുടെ ആദരങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ ഇടയിൽ നിന്റെ സമാധാനവും ഹൃദയങ്ങളിൽ ശാന്തിയും പുലർത്തണമേ. ഞങ്ങളുടെ നാവുകൾ നിന്റെ സത്യം പ്രഘോഷിക്കട്ടെ. ഞങ്ങളുടെ വചനങ്ങളെ ഞങ്ങൾ പുതിയ വീണകളാക്കുകയും ജ്വലിക്കുന്ന ആദരങ്ങൾ കൊണ്ട് ഞങ്ങൾ സ്തോത്രമാലപിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ കുരിശ് ഞങ്ങൾക്ക് സംരക്ഷണമായി ഭവിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രകാരം പ്രാർത്ഥിക്കണമെന്ന് ഉപദേശിച്ചുകൊണ്ട് നീ ശിഷ്യന്മാരെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന നിന്നിൽ നിന്ന് ലഭിച്ച മനോവിശ്വാസത്തോടെ ആവർത്തിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വരാ, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, ദുഷ്ടാരൂപിയിൽ നിന്നവൻ്റെ സൈന്യങ്ങൾ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, എപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവേൻ. നമുക്ക് വേണ്ടി കീറിമുറിക്കപ്പെട്ട ശരീരം ഇതാകുന്നു, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെട്ട രക്തം ഇതാകുന്നു. അമർത്യതയുടെ ഔഷധം ഇതാ നമുക്കായി നൽകപ്പെടുന്നു. ക്രോവേന്മാരോടും ശ്രാപ്പേന്മാരോടും ചേർന്ന് ഇതിന്റെ ദാതാവായ മിശിഹായെ നമുക്ക് സ്തുതിക്കാം. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവിശോ മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. ഒലിവുശാഖകളേന്ത്യ ബാലകർ ഈ ദിവസം മിശിഹായെ എതിരേറ്റു. ഓശാന ഗീതികളാൽ അവർ അവനെ മഹത്വപ്പെടുത്തി. അവനെ അയച്ച പിതാവിന് അവർ സ്തുതികൾ ആലപിച്ചു. ദാവീദിന്റെ ഭവനത്തിൽ നിന്ന് കൃപാപൂർവം വന്നവനും ഞങ്ങളുടെ വംശത്തെ രക്ഷിച്ചവനുമായ മിശിഹ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. സഹോദരരെ, തിരുശരീര രക്തങ്ങൾ സ്വീകരിച്ച് അവിടുത്തെ തിരുനാമത്തിന് നിങ്ങൾ നന്ദി പറയുവിൻ. ഒരു വാക്കു ചൊല്ലാൻ, ഒരു നോക്കു കാണാൻ, യേശുവേ നീ വരുമോ? എന്നോട് ചേരാൻ, എന്നുള്ളിൽ വാഴാൻ, എന്നരികിൽ നീ വരുമോ? എത്ര നാളായി ഞാൻ കൊതിപ്പു നിന്നോടൊന്നായി ചേർന്നിടുവാൻ, വൈകാതെ വന്നിടണേ. ആത്മനായകാ
പരിശുദ്ധാത്മാന്റെ കൃപ വരുത്താൽ സിദ്ധർഹവും പരിശുദ്ധവും ജീവദായകം ദൈവികമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, മിശിഹായുടെ മരണവും ഉത്ഥാനവും അനുസ്മരിക്കുന്ന ഈ പരിഹാര ബലിയിൽ പങ്കുചേരുവാനും ദിവ്യരഹസ്യങ്ങൾ സ്വീകരിക്കുവാനും ഇടയാക്കിയതിന് ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിത സമർപ്പണം വഴി നിന്നെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ഓശാന ഗീതങ്ങളുടെ മധ്യേ ജെറുസലേമിൽ പ്രവേശിച്ച കർത്താവേ, ഓശാന പാടി നിന്നെ സ്തുതിക്കുവാൻ ഞങ്ങളെയും യോഗ്യരാക്കിയതിന് ഞങ്ങൾ നന്ദി പറയുന്നു. നിന്റെ പെസഹ രഹസ്യത്തിൽ പങ്കുചേർന്നവരായി ഞങ്ങൾ സ്വർഗീയ ജെറുസലേമിൽ എത്തിച്ചേരുവാനും അവിരാമം നിന്നെ മഹത്വപ്പെടുത്തുവാനും ഇടയാകട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും ആമേൻ. നൽകിയനുഗ്രഹമരുളട്ടെ. ദൈവം കരുണയോടെന്നെന്നും ജീവൻ നൽകും ദൈവികമാ ശുദ്ധിയെഴുന്ന രഹസ്യങ്ങൾ കൈക്കൊണ്ടവരാ അഖിലരിലും ദൈവം പരനിര ചൊരിയട്ടെ. കുരിശടയാളം വഴിയായി നാം സംരക്ഷിതരായി തീരട്ടെ. ഉദ്രിതരായി ഭവിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
കടങ്ങളുടെ വൃത്തിക്കും പാവങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനി ഒരു ബലിയർപ്പിക്കുവാൻ ഞാൻ വരുമോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാ.